ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? അതൊരു പക്ഷേ സാഹചര്യമാകാം, അല്ലെങ്കിൽ വ്യക്തികളാകാം എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് കാർഡ് എടുക്കുന്നത്. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിന് നമുക്കിപ്പോൾ ഒരു ഓഫർ അവൈലബിൾ ആണ്. നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം എന്നിലേക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്ന 5 പേർക്ക് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെറും 555 രൂപയ്ക്ക് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് നിങ്ങൾക്കുള്ളൊരു ഓഫർ. അത് നിങ്ങൾ പണം അടച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ലഭ്യമാകുള്ളൂ. എന്നോട് റേറ്റ് ചോദിച്ചു പോകുന്നുണ്ട്. പിന്നീട് അവരുടെ ഇഷ്ടത്തിന് അവർ ആ പണം അടയ്ക്കുന്ന സമയത്ത് മേ ബി ആ 555 ഓഫർ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നില്ല. കാരണം നിങ്ങൾ പണം അടച്ച് മുൻകൂട്ടി അത് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് ഓക്കെ ആകുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുള്ള സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ റീഡിങ് കിട്ടും. അപ്പം അത്തരത്തിൽ നോക്കാം. അല്ലാത്ത പക്ഷം എന്നോട് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു ടൈമെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഓക്കെ ആകുന്നെങ്കിൽ മാത്രമേ ഞാൻ GPay ചെയ്യാനും പറയാറുള്ളൂ. ഓക്കെ, അപ്പം അത്തരത്തിൽ നോക്കാം. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ടൈംലെസ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റ് വീഡിയോസും കാണാവുന്നതാണ്. ഓക്കെ, അത്തരത്തിൽ ശ്രമിക്കുക. പിന്നെ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എനർജി അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം എന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളെ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഇതിലുണ്ടാകാം. അത് വ്യക്തികളാകാം അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാനുള്ള സാധ്യതയും ഉണ്ട്. ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത്, നിങ്ങളെ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെതിരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് അടുത്തിടപഴകുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. ആ വ്യക്തിക്ക്, ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളോട് ഒരുപാട് ആസക്തി ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു സത്യസന്ധത, ഉത്തരവാദിത്വം ഇതൊന്നും ഉണ്ടാകില്ല. വിവാഹേതര ബന്ധങ്ങളായിരിക്കാം. ഈ പറഞ്ഞ വ്യക്തി ഒരു പക്ഷേ ഒന്നിലധികം വ്യക്തികളായിട്ട് റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തുന്നുണ്ടാകാം. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ മേ ബി ഈ വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് പുതിയ സമീപനങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വരുന്നത് ഒരിക്കലും നല്ലതിനായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്ലാനിങ് പ്രകാരം നിങ്ങളെ വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെയാണോ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത്തരത്തിലൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അധികാരവും ആധിപത്യവും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളെ അവരുടേത് മാത്രമാകാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടാവാം, ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ഇത് വേറൊരു വ്യക്തിയാണ്, പുറത്തുനിന്നുള്ളൊരു അവിടെ ഒരു വ്യക്തിയാണെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏതെങ്കിലും വിധത്തിൽ തകർക്കാൻ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയുന്നുണ്ടാകാം. ഇത് ഏത് തരത്തിലോ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രമാണ് നോക്കേണ്ടത്. ഞാൻ പറയുന്നത് പല പല സാഹചര്യങ്ങളാണ്. തീർച്ചയായും ഇതിലൊരുപാട് ബ്ലാക്ക് മാജിക്, കൂടോത്രം, അത്തരത്തിലുള്ള ഒരുപാട് എനർജീസാണ് വരുന്നതെല്ലാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളലുണ്ടാക്കിയിട്ട് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റേതൊരു വ്യക്തി മനസ്സിലാകുന്നത് ഒരുപാട് തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ടാകാം. നിങ്ങളെ എന്ത് വില കൊടുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ എന്ത് വില കൊടുത്ത് സ്വന്തമാക്കണം എന്ന് ഒരു ഒരു പ്രത്യേക ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് ആ തേർഡ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ഒളിച്ചുകളികൾ മേ ബി ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാവുന്നതായിരിക്കാം. അത് അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. തീർച്ചയായും ഇതിലെല്ലാം മൊത്തത്തിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാർഡ്സാണ് ടോട്ടലി വരുന്നത്. ഒരുപാട് കൃത്രിമങ്ങൾ,
നുണ പറഞ്ഞിട്ടുണ്ടാകാം റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആ നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയായിരിക്കാം. അല്ലെങ്കിൽ ഒരേ സമയം തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും മറ്റേ വ്യക്തിയെ തേർഡ് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഈ ബന്ധം ചിലപ്പോൾ ഒരു ബലഹീനതയായിരിക്കാം. ഇവരില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യമായിരിക്കാം. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ഒരു സേഫായിട്ട് കളിക്കുന്ന പോലെയാണ്. ഇപ്പോൾ അവർ എന്ത് തരത്തിലുള്ള ഒരു പ്ലാനിങ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു ബാഡായിട്ടുള്ള പ്ലാനിങ് ആണ്. താമസിക്കാതെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ അതെന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കുറേ ഒളിച്ചുകളികൾ നിങ്ങൾ പിടിച്ചിട്ടുണ്ടാകാം. ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈഗോ ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി. മേ ബി ഒറ്റൊരു മകനോ മകളോ ആണെങ്കിൽ, ആ ഒരു മറ്റൊരു സമുദായത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ തങ്ങളുടെ മകളെ അല്ലെങ്കിൽ മകനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ എന്താ പറയുക വീട്ടുകാരെ നിങ്ങൾക്കെതിരെ കൂടോത്രോ ബ്ലാക്ക് മാജിക്കോ അത്തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജീസ് പ്രയോഗിക്കുന്നതായിരിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തീർത്തും നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അതിലൊരു ലക്ഷ്യത്തിൻ്റെ അഭാവമുണ്ട്. മറ്റാരൊക്കെയോ ആ വ്യക്തിയോ നിങ്ങളെയോ വഴിതിരിച്ചു വിടുന്നതായിട്ട് ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ളതൊക്കെ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ അവരോ അമിതമായിട്ടുള്ളൊരു അഹങ്കാരമുള്ള വ്യക്തികളായിരിക്കാം. സമൂഹത്തിലെ ഉയർച്ച താഴ്ചകൾ, നിങ്ങൾ ചിലപ്പോൾ പണക്കാരനായിരിക്കാം, അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കാം. അങ്ങനെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. നിങ്ങളെ നിങ്ങളുടെ വ്യക്തി തീർത്തും അംഗീകരിക്കുന്നുണ്ടാകില്ല. ചിലപ്പോൾ നേരെ തിരിച്ചും ആകാം, ഒട്ടും അംഗീകരിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ മറ്റൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് വന്ന സമയത്ത് നിങ്ങളെ നിഷ്കരണം അവർ തള്ളി പുറത്താക്കിയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടാകാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അവിടെ ഉണ്ടായത്. അവർ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ ഇതെല്ലാം ലഭിക്കുമെന്ന് കരുതിയാണ് പോയതെങ്കിലും മേ ബി അവിടെ ചെന്നപ്പോൾ നിങ്ങളിൽ നിന്ന് ലഭിച്ചതൊന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. അവർ പ്രതീക്ഷിച്ച് ചെന്നത് ഒരുപക്ഷെ അതും ലഭിച്ചിട്ടുണ്ടാകില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം. നമ്മളീ പറയുന്നത് നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ടോട്ടലുള്ള കാര്യങ്ങളാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ മറ്റാരൊക്കെയോ എന്താ പറയുക എത്തരത്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അവർ ഭിന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ ഭിന്നിപ്പിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മറ്റ് വ്യക്തികളുണ്ടാകാം. ഈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ വ്യത്യസ്ത മതത്തിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ പിടിക്കപ്പെട്ടിട്ടായിരിക്കാം ഈ ബന്ധം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഗോസിപ്പ് അത്തരം വർത്തമാനങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഇണയെ, നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് വ്യക്തതയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാകില്ല, എങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ഈ ബന്ധത്തിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ബ്ലാക്ക് മാജിക്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരുപക്ഷെ റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ പൊളിഞ്ഞു പോയത്. ഇതുപോലെ തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ ഇവരെ കണ്ടുമുട്ടിയതും നിങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല. അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം, അവരെ കണ്ടുമുട്ടിയതായിരിക്കാം. ഇതിൽ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ പലതരം റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന അതിൻ്റേതായ എന്താ പറയുക, നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അത്രയും തന്നെ നിങ്ങൾക്ക് തിരിച്ച് നൽകുന്നുണ്ടാവില്ല. അവരവരുടെ കാര്യങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങളിലേക്ക് വരികയും നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങളിൽ നിന്ന് തിരികെ പോകുന്ന അവസ്ഥയായിരിക്കാം. കൂടുതൽ പേർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ മറ്റ് റിലേഷൻഷിപ്പുകളെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. അതൊന്നും കുഴപ്പമില്ല എന്നൊരു മട്ടിൽ നിങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിങ്ങൾക്ക് മാത്രമാണ് ഇതിൽ ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. ഈ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിൽ മേ ബി നിങ്ങളിപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി അതേ സാഹചര്യത്തിൽ തന്നെ സഹതപിച്ചിരിക്കുന്നൊരു അവസ്ഥയായിരിക്കും. ഇത് തന്നെയാണെങ്കിലും നമുക്ക് ഇപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ ഇത്രയധികം അറിഞ്ഞു, അതിലെന്തുമാത്രം ഫ്യൂച്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഇനി മുന്നോട്ട് പോകണോ എന്നൊരു നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ
ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നാലും വേണോ വേണ്ടോ എന്നൊരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെ ഉപദേശിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ആശ്വസിപ്പിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ലൈഫിലോട്ടൊരു കാര്യങ്ങൾ എടുത്ത് വെക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ലൈഫാണ്. അതിനെന്ത് സംഭവിച്ചാലും മറ്റുള്ളവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. സമയത്ത് അവരൊരു പക്ഷേ ആശ്വസിപ്പിക്കുകയായിരിക്കാം. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളാണ് എടുക്കേണ്ടതെന്ന് ഓർമ്മിക്കുക. ടോട്ടൽ നമ്മൾ ഈ ബന്ധത്തിൽ നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ബ്ലാക്ക് മാജിക് ഉണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൊത്തത്തിലുള്ള റീഡിങ്. നമ്മുടെ ടൈംലെസ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഇതിൽ ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് കാണാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.